മാടായിക്കാവ്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിൽ നിന്നും 6 കിലോമീറ്റർ അകലെ മാടായി എന്ന സ്ഥലത്താണ് മാടായിക്കാവ്. അനുഗ്രഹം ചൊരിയുന്ന അമ്മയാണ് മാടായിക്കാവിൽ കുടികൊള്ളുന്നത്. ഭദ്രകാളി പ്രതിഷ്ഠയാൽ ചൈതന്യമായ മാടായിക്കാവിന് ഈ പേരു വരാൻ പ്രധാനമായ കാരണമുണ്ട്. മാടായിയുടെ ഐതിഹ്യം വളരെ വിശിഷ്ടമാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദേവിയെ ശംഖിൽ ആവാഹിച്ച് എറിഞ്ഞ സമയത്ത് തിരുവിറയലോടുകൂടി ശംഖ് ഇവിടെ വന്നു വീഴുന്നു. അപ്പോൾ അതുവരെ ഇവിടെ ഉണ്ടായിരുന്ന കടൽ പോയി കര രൂപപ്പെടുകയും അങ്ങനെ ആഴി പോയി മാടായതിനാൽ ഇവിടെ മാടായി എന്നറിയപ്പെടുന്നു. 300 വർഷം പഴക്കമുള്ള മാടായിക്കാവിൻ്റെ ചുറ്റുമായി 300 ഹെക്ടർ വിസ്തൃതിയിൽ പാറ രൂപപ്പെട്ട് കിടക്കുന്നു. ഇതിനെ മാടായിപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. വസന്തകാലമാകുമ്പോൾ പാറകളിൽ അങ്ങോളം ഇങ്ങോളം കൃഷ്ണപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. കൃഷ്ണപ്പൂക്കളുടെ സൗന്ദര്യം മാടായിപ്പാറയെ അതിമനോഹരമാക്കുകയും ഇതാസ്വദിക്കാനായി ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള ഭക്തന്മാർ മാടായിക്കാവിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നു. മാംസ്യം കലർന്ന വഴിപാടാണ് മാടായിക്കാവിൽ അമ്മയ്ക്ക് നിവേദിക്കാറുള്ളത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇവിടെ ദേവിയുടെ ശർക്കര പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത്. ശർക്കര പ്രതിഷ്ഠയുള്ള ദേവിയെ മാടായിക്കാവിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ചൊവ്വ, വെള്ളി ദിവസങ്ങൾ ദേവിക്ക് പ്രാധാന്യമർഹിക്കുന്നതിനാൽ ഈ ദിവസങ്ങളിൽ ഭക്തർ ധാരാളമായി എത്താറുണ്ട്. എല്ലാ വർഷവും മിഥുനം 13-ാം തീയതി പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്നു.